ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വിസ്മയ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമെടുത്തിയ തുടക്കം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇടാൻ കുറച്ച് വൈകിയിട്ടുണ്ട്. തുടക്കം എന്ന് പറയുന്ന സിനിമ ഇതിനോടൊപ്പം തന്നെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് തുടക്കം എന്ന് പറയുന്ന സിനിമ ഒരു പ്രത്യേക സിനിമയായിട്ട് മാറുന്നതെന്നും ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് സ്ത്രീ ലേഡി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് മലയാള സിനിമകൾ റീസെന്റ് അതോടൊപ്പം തന്നെ പണ്ട് തൊട്ടേ ഇറങ്ങുന്നുണ്ട്. അത് വളരെ ചുരുക്കം ചിത്രങ്ങൾ മാത്രമാണ് തിയേറ്ററിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്നത്. നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ അതൊരു ലേഡി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ചിത്രമാണ്. രോഗ ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന സിനിമയാണ്. കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രത്തിൽ ടോവിനോയും ദുൽഖറും ഉണ്ടായിരുന്നെങ്കിലും ചിത്രം കല്യാണിയുടെ പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. അവിടെ പിന്നെ നസ്ലിനും ചിത്രത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ തുടക്കം എന്ന് പറയുന്ന സിനിമയിലൂടെ 2026 ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലോട്ട് കുതിക്കുകയാണ് തുടക്കം എന്ന് പറയുന്ന സിനിമ. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ ഈ ഒരു സിനിമയിൽ നായികയായിട്ട് എത്തി എന്നത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഹൈപ്പ് ഇത്രയധികം ഉയരാനുള്ള ഒരേ ഒരു കാരണം. അതോടൊപ്പം നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ മകനാണ് ഈ സിനിമയിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ചിത്രം 2018 എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി മേക്കിംഗ് സാധനം തന്നെയാണ് തുടക്കം എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് വിസ്മയുടെ തുടക്കം പിഴച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ സിനിമ തന്നെയാണ്. തിയേറ്ററിൽ നിന്ന് അതൊരു എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ആ സിനിമയ്ക്ക് അത്ര ഒരു ഭംഗി അല്ലെങ്കിൽ ആ ഒരു നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തുള്ളൂ. ഇനി OTT വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സംഭവമാണോ, ഇത്രയും വലിയ സിനിമയാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചേക്കാം. അതോടൊപ്പം തന്നെ ഇതിൽ ഞെട്ടിച്ചത് നമ്മുടെ വില്ലൻ ക്യാരക്ടർ ചെയ്തതാണ്. അന്യായം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. റീസെന്റ് നമ്മുടെ മലയാളത്തിൽ വളരെ ചുരുക്കം കുറച്ചായെന്ന് തോന്നും ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ വന്നിട്ട്. എന്തൊക്കെയാണെങ്കിലും ഡയലോഗുകളൊന്നും ഇല്ലാതെ തന്നെ പുള്ളി അത്രത്തോളം ആ ഒരു ക്യാരക്ടർ തിയേറ്ററിൽ കണ്ടവർക്കറിയാം എത്രത്തോളം നെഗറ്റീവ് ആളുകൾക്കിടെ ഉണ്ടാക്കുന്ന ടൈപ്പായിരുന്നു ആ ഒരു ക്യാരക്ടർ എന്ന്. എന്തൊക്കെയാണ് വിസ്മയൊക്കൊപ്പം തന്നെ കയ്യടി അർഹിക്കുന്ന പെർഫോമൻസ് കാഴ്ചവെച്ച വില്ലനാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ക്യാരക്ടർ ചിത്രത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള നമുക്ക് പരിചിതമായിട്ടുള്ള സായ് കുമാർ, മനോജ് കെ ജയൻ, അതോടൊപ്പം തന്നെ ബോബി കുര്യൻ തുടങ്ങി നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് താരങ്ങളൊക്കെ ഇതിനകത്ത് വന്നൊക്കെ പോകുന്നുണ്ട്. എങ്കിലും മനസ്സ് സ്പർശിക്കുന്ന ക്യാരക്ടറുകളിലൊന്ന് വില്ലൻ ക്യാരക്ടറും അതോടൊപ്പം തന്നെ വിസ്മയുടെ ക്യാരക്ടറും അതോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടന്റെ ഒരു കമിയർ റോൾ കൂടിയുണ്ട്. അത് മൂന്നും കൂടി ആയപ്പോഴത്തേന് പടം സെറ്റായിരുന്നു. തിയേറ്ററിൽ കണ്ടവർക്ക് ഈ ഒരു സിനിമ ഒട്ടും തന്നെ മോശമായെന്ന് പറയത്തില്ല, നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഫ്രെയിംസ് തൊട്ട് ഏറ്റവും കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒന്നും തന്നെ ഒരു പോരായ്മ അല്ലെങ്കിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് മോശമായിപ്പോയി അല്ലെങ്കിൽ ഒരു സോങ് പ്ലേസ് ചെയ്ത് പോലും വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി കണ്ടപ്പോഴും അതോടൊപ്പം ഫാമിലി ആയിട്ടാണ് പോയി കണ്ട ആർക്കും തന്നെ ഒരാൾക്ക് പോലും നമുക്ക് നെഗറ്റീവ് അഭിപ്രായം തോന്നിയില്ല. പക്ഷെ പല സിനിമകളും കാണുമ്പോൾ 4 പേർക്ക് 4 അഭിപ്രായമാണ്. പക്ഷെ ഇത് ഓക്കെ, അതായത് ഒരുപാട് വലിയൊരു സിനിമ എന്നൊന്നും പറയുന്നില്ല, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു നൈസ് പടമാണ്. അപ്പൊ ഇനിയും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ തിയേറ്ററിനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഓണച്ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ലൈനപ്പായിട്ട് വരാൻ പോവുകയാണ്. ഇപ്പൊ അടുത്ത ദിവസം സൂര്യ ചിത്രം വിശ്വനാഥ് ആൻഡ് സൺസൂടെ എത്തുമ്പോഴത്തേനും കളം നിറയും. എന്തൊക്കെയാണ് കാത്തിരിക്കാം. വിസ്മയുടെ തുടക്കത്തിൽ വലിയൊരു കളക്ഷൻ സ്വന്തമാക്കാനൊക്കെ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ തുടക്കം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ജസ്റ്റ് വിലയേറിയ ഒരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളുടെ റിവ്യൂസ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ.